good quality affordable makeup tools ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. Hi guys, welcome back to my channel. എൻ്റെ പേര് അഞ്ജു. എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ യു മോസ്റ്റ് വെൽക്കം ടു മൈ ചാനൽ. മേക്കപ്പ് പ്രോഡക്റ്റ്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കാണിക്കുന്ന അതേ ശ്രദ്ധ തന്നെ നമ്മൾ മേക്കപ്പ് ടൂൾസ് സെലക്ട് ചെയ്യുന്നതിലും കാണിക്കണം. ബിക്കോസ് നമ്മുടെ മേക്കപ്പ് ലുക്കിനെ ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ് ദി മേക്കപ്പ് ടൂൾസ് വി യൂസ്. ഞാൻ യൂസ് ചെയ്യുന്ന അഫോർഡബിൾ ആൻഡ് ഗ്രേറ്റ് ക്വാളിറ്റി മേക്കപ്പ് ബ്രഷസ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ചില ബ്രഷസ് ഒക്കെ ഞാൻ ഓൾമോസ്റ്റ് 2 years ആയി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആൻഡ് സ്റ്റിൽ ദേ ആർ ഇൻ ഗുഡ് കണ്ടീഷൻ. സോ യു നോ those are of good quality. So without any further ado, let's get started. First, let's start with the eyebrow brush because ഞാൻ എൻ്റെ മേക്കപ്പ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഐബ്രോസ് ഫിൽ ചെയ്തുകൊണ്ടാണ്. ദിസ് ഇസ് ദി ബ്രഷ് ദാറ്റ് ഐ എം കറന്റ്ലി യൂസിങ്. ഇത് ഫേസസ് കാനഡയുടെ ഐബ്രോ ബ്രഷ് ആണ്. ഇതിൻ്റെ ഒരു സൈഡ് സ്പൂളിയും മറ്റേ സൈഡ് ബ്രഷും ആണ് വരുന്നത് ആൻഡ് ഇറ്റ് കംസ് വിത്ത് എ ക്യാപ്പ് ടു. സോ ഈ ബ്രഷിൻ്റെ ഷേപ്പ് നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ക്യാപ്പുള്ളത്. ബിക്കോസ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ മേക്കപ്പ് പൗച്ചസിലൊക്കെ വെച്ചിട്ട് പലപ്പോഴും മേക്കപ്പ് ബ്രഷിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റാറില്ല. സോ ദിസ് റിയലി ഹെൽപ്സ് ഇൻ ദാറ്റ്. നിങ്ങൾ എപ്പോഴും ഐബ്രോ ബ്രഷ് മേടിക്കാൻ നേരത്തെ ഐ വുഡ് ഹൈലി സജസ്റ്റ് ഇതുപോലത്തെ ഒരു ഡ്യുവൽ എൻഡഡ് ബ്രഷ് മേടിക്കാൻ വേണ്ടി. ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഐബ്രോ പാലറ്റ് ആണ്. ദാറ്റ് ഇസ് പൗഡേഴ്സ് ആണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. സോ എനിക്ക് ഈ ബ്രഷ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഐബ്രോ പെൻസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്രഷ് അധികം യൂസ്ഫുൾ ആവില്ല. പക്ഷേ സ്പൂളി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഏത് ഐബ്രോ പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും ഐ വുഡ് ഹൈലി സജസ്റ്റ് ഒരു സ്പൂളി നിങ്ങൾ വെച്ചിരിക്കുക എന്നുള്ളത്. ഐബ്രോ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ഐബ്രോസ് ഒന്ന് കോംബ് ഔട്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സ്പൂളി. സോ ഡെഫിനറ്റ്ലി ഹാവ് എ സ്പൂളി വിത്ത് യു. മേക്കപ്പ് ബ്രഷിന്റെ കാര്യം വരാൻ നേരത്തെ ഐ തിങ്ക് മാസ് കോസ്മെറ്റിക്സ് ഈസ് വൺ ഓഫ് ദി ബ്രാൻഡ് ദാറ്റ് നെയിൽസ് ഇറ്റ്. അവരുടെ മേക്കപ്പ് ബ്രഷസ് ഒക്കെ ഹൈ ക്വാളിറ്റി ബ്രഷസ് ആണ്, അറ്റ് ദി സെയിം ടൈം അഫോർഡബിളും ആണ്. ഐ വുഡ് ഹൈലി സജസ്റ്റ് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ മേക്കപ്പ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പ്ലീസ് ഗെറ്റ് എ മേക്കപ്പ് ബ്രഷ് സെറ്റ്. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ 2 ഡിഫറെൻറ്റ് മേക്കപ്പ് ബ്രഷ് സെറ്റ്സ് ആണ് കാണിക്കാൻ പോകുന്നത് ആൻഡ് ബോത്ത് ഓഫ് ദം ആർ ഫ്രം മാസ് കോസ്മെറ്റിക്സ്. ഇതാണ് 2 ഡിഫറെൻറ്റ് മേക്കപ്പ് ബ്രഷ് സെറ്റ്സ് ഫ്രം ദം. ഇതൊരു ഗോൾഡൻ ഹാൻഡിലുള്ള ബ്രഷ് സെറ്റാണ് ആൻഡ് ദിസ് വൺ ഇസ് ഗ്രീൻ ഹാൻഡിൽ ബ്രഷ് സെറ്റ്. രണ്ടും ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്. കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇറ്റ് ഡസൻറ്റ് ഫീൽ ചീപ്പ് ഓർ ഫ്ലിംസി. ഞാൻ ഓൾമോസ്റ്റ് 2 years ആയി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, ഇഫ് ഐ എം നോട്ട് റോങ്. എനിവേ 1 year പ്ലസ് ഡെഫിനറ്റ്ലി ആയിട്ടുണ്ട്. പക്ഷേ ഓൾ ദി ബ്രഷസ് ആർ ഇൻ ഗ്രേറ്റ് കണ്ടീഷൻസ്. ബ്രിസിൽസ് പൊഴിയോ അല്ലെങ്കിൽ ഈവൻ പാക്കേജിങ് ഹാൻഡിൽ കളർ ഫെയ്ഡ് ആവോ സ്ക്രാച്ച് ആവോ അങ്ങനത്തെ ഒന്നും സംഭവിച്ചിട്ടില്ല. ബോത്ത് ദീസ് ആർ ഓഫ് ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ്. ഇനി ബ്രിസിൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ബ്രിസിൽസ് ആണ്. വെരി സോഫ്റ്റ്. നമ്മുടെ മുഖത്തൊരിക്കലും നമ്മൾ അപ്ലൈ ചെയ്യാൻ നേരത്തെ പ്രിക്ക് ചെയ്യുന്ന പോലെ ഒന്നും തോന്നത്തില്ല. ഇതിൽ നമുക്ക് 6 മേക്കപ്പ് ബ്രഷസ് ആണ് വരുന്നത് ആൻഡ് ഇതിൽ 8 മേക്കപ്പ് ബ്രഷസ് ആണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് അറൗണ്ട് 1,300 ആണെന്ന് തോന്നുന്നു. പക്ഷേ ഓഫർ ടൈമിൽ നമുക്ക് 1,000 rupees അണ്ടറിലൊക്കെ നമുക്ക് ഇത് കിട്ടും കേട്ടോ. ആൻഡ് ദിസ് വൺ കോസ്റ്റ് യു അറൗണ്ട് 800. ഈ ബ്രഷ് സെറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ യു ഗെറ്റ് 3 ഡിഫറെൻറ്റ് ഫേസ് മേക്കപ്പ് ബ്രഷസ് ആൻഡ് 3 ഡിഫറെൻറ്റ് ഐ മേക്കപ്പ് ബ്രഷസ്. ആൻഡ് ഈ ഒരു ബ്രഷ് സെറ്റിൽ യു ഗെറ്റ് 3 ഡിഫറെൻറ്റ് ഫേസ് മേക്കപ്പ് ബ്രഷസ് ആൻഡ് 5 ഡിഫറെൻറ്റ് ഐ മേക്കപ്പ് ബ്രഷസ്. ഇന്ന് ഞാൻ യൂസ് ചെയ്ത ഓരോ ബ്രഷസ് എന്താണെന്ന് മെൻഷൻ ചെയ്യാം. സോ ഫസ്റ്റ് ഞാൻ കളർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത് ഈ ഒരു ഐ ഷാഡോ ബ്രഷ് ആയിരുന്നു. ഇത് അത്യാവശ്യം ഡെൻസ്ലി പാക്ഡ് ആണ്, പക്ഷെ എന്നാൽ കുറച്ച് ലൂസും ആണ്. സോ സ്പോട്ട് കറക്റ്റ് ചെയ്യാനൊക്കെ അടിപൊളി ബ്രഷ് ആട്ടോ. സോ ഞാൻ കളർ കറക്റ്റ് ചെയ്യുന്നത് എൻ്റെ ഡാർക്ക് സ്പോട്ട്സിലും അണ്ടർ ഐസിലൊക്കെയാണ്. സോ അവിടെ ഞാൻ യൂസ് ചെയ്ത ബ്രഷ് ഇതാണ്. നെക്സ്റ്റ് കൺസീലർ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരുന്നത് ഈ ഒരു ബ്രഷ് ആയിരുന്നു. ഇത് എൻ്റെ ഫേവറേറ്റ് കൺസീലർ ബ്രഷാണ് ടിൽ ഡേറ്റ്. ബിക്കോസ് ഇത് അത്യാവശ്യം നല്ല ഡെൻസ്ലി പാക്ഡ് ആണ്, അതുകൊണ്ട് ഈസിലി ബ്ലെൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇന്ന് ഞാൻ ചീക്സിലൊക്കെ കളർ കറക്റ്റർ അപ്ലൈ ചെയ്തുകൊണ്ട് ആ ഭാഗത്തെ സ്പോട്ട്സ് ഒക്കെ കൺസീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നല്ലൊരു ഏരിയ ഇത് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈസിലി കൺസീലർ ബ്ലെൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഈവൻ അണ്ടർ ഐസിലും ഇത് ബ്യൂട്ടിഫുള്ളി പെർഫോം ചെയ്യുന്ന ഒരു ബ്രഷാണ്. സോ ഐ ഹൈലി റെക്കമെൻഡ് ദിസ്. അടുത്തത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ യൂസ് ചെയ്തിരുന്നത് ഈ ഒരു ബ്രഷാണ്. ഇതിൻ്റെ ഒരു ഷേപ്പ് കണ്ടാൽ തന്നെ അറിയാം, കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഭാഗത്ത് കുറച്ചുകൂടി ചെറുതാണ് ആൻഡ് ദെൻ ഇറ്റ് ഗെറ്റ്സ് ലോങ്കർ. ഇത് അത്യാവശ്യം നല്ല ഫ്ലഫി ആണ്, വലുതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രഷ് ആട്ടോ. നല്ലൊരു കവറേജ് ഇത് പ്രൊവൈഡ് ചെയ്യും. അറ്റ് ദി സെയിം ടൈം ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ജെൻറ്റിലാണ് നമ്മുടെ സ്കിന്നിൽ. ഇനി ബ്ലഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ലിക്വിഡ് ബ്ലഷസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത് ഈ ഒരു ബ്രഷാണ്. ഇത് ആക്ച്വലി ഒരു ഫൗണ്ടേഷൻ ബ്രഷാണ്, പക്ഷെ എനിക്കിത് ബ്ലഷ് ബ്രഷായിട്ടും യൂസ് ചെയ്യാൻ ഇഷ്ടമാട്ടോ. ഇത് നല്ലപോലെ പാക്ഡ് ആയതുകൊണ്ട് ലിക്വിഡ് ബ്രഷസ് ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഭയങ്കര എളുപ്പമാണ്.
പെട്ടെന്ന് ബ്ലെൻഡ് ആവും കേട്ടോ ലിക്വിഡ് ബ്ലഷസ് ഒക്കെ. അപ്പോൾ നമുക്ക് അധികം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരില്ല. എൻ്റെ ചീക്കിൽ വെച്ചതാ കറക്റ്റ് എൻ്റെ ബ്ലഷ് വേണ്ട ഏരിയ ഇത് കവർ ചെയ്യുന്നുണ്ട്. സോ ഐ റിയലി ലൈക്ക് ദിസ് ടു അപ്ലൈ ദി ലിക്വിഡ് ബ്ലഷസ്. ഇനി പൗഡർ ബ്ലഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇതുപോലത്തെ ഡോം ഷേപ്ഡ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യാനാണ് ഇഷ്ടം. ഇത് അത്ര ഭയങ്കരമായിട്ട് പാക്ഡ് അല്ല. സോ ലൈറ്റായിട്ട് ഇത് പൗഡർ എടുത്തിട്ട് നമുക്ക് ഈ ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ആക്ച്വലി അണ്ടർ ഐസ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൗഡർ ബ്രഷായിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. പക്ഷെ എനിക്കിത് ബ്ലഷ് അപ്ലൈ ചെയ്യാനും കോൺടോർ അപ്ലൈ ചെയ്യാനും ഒക്കെ ഇഷ്ടമാണ്. ബിക്കോസ് ഞാൻ എപ്പോഴും അണ്ടർ ഐസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൗഡർ പഫാണ് യൂസ് ചെയ്യാറ്. സോ ഒരിക്കലും ഇതുപോലത്തെ ഒരു ബ്രഷ് ഞാനിപ്പോൾ യൂസ് ചെയ്യാറില്ല. സോ ഫോർ ദാറ്റ് റീസൺ ഐ യൂസ് ദിസ് ആസ് എ പൗഡർ ബ്ലഷ് ബ്രഷ്. ഇന്ന് ഞാൻ കോൺടോർ ഇടാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നത് ഈ ഒരു പൗഡർ ബ്രഷാണ്. ഇത് മറ്റേ സെറ്റിലുള്ള പൗഡർ ബ്രഷാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഷേപ്പ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 90% സിമിലർ ആണ്. പക്ഷേ ഇത് കുറച്ചുകൂടെ ലോങ്ങർ ബ്രിസിൽസ് ആണ്, കുറച്ചുകൂടെ ലൈറ്റ്ലി പാക്ഡ് ആണ്. പക്ഷെ ഇത് കുറച്ചുകൂടെ ഷോർട്ട് ബ്രിസിൽസ് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഡെൻസ്ലി പാക്ഡ് ആയിട്ട് തോന്നും കേട്ടോ. പൗഡർ ബ്രഷ് ആയതുകൊണ്ട് തന്നെ പൗഡർ കോൺടോർ ഓർ പൗഡർ ബ്രോൺസേഴ്സ് ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ ബ്രഷാണ്. ഈവൻ ജോ ലൈനിലും ഇത് അടിപൊളിയായിട്ട് വർക്ക് ആവും. നിങ്ങൾ എൻ്റെ ചാനൽ കുറച്ച് നാളായിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഹൗ മച്ച് ഐ ലവ് പൗഡർ പഫ്സ്. ഇതുപോലത്തെ ട്രയാങ്കിൾ പൗഡർ പഫ്സ് ഞാൻ അണ്ടർ ഐസ് സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ ദർ ഇസ് നോ ഗോയിങ് ബാക്ക്. ഇതിനുള്ള ട്രയാങ്കിൾ ഷേപ്പ് കാരണം നമുക്ക് അണ്ടർ ഐസിലൊക്കെ സ്മൂത്ത്ലി അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഈവൻ നുക്സ് ആൻഡ് കോർണേഴ്സിലും ഇത് നമുക്ക് എത്തിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈവൻ ദി പൗഡർ അപ്ലിക്കേഷൻ ഇതുകൊണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം പൗഡറിൻ്റെ ഒരു കവറേജ് കൂടെ കിട്ടും കേട്ടോ. സോ അണ്ടർ ഐസ് ഒക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണിത്. ലൈറ്റായിട്ട് മാത്രം കോമ്പാക്ട്സ് എടുക്കുക ഓർ ലൂസ് പൗഡേഴ്സ് എടുക്കുക. എന്നിട്ട് നമുക്കിത് ഓൾ ഫേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ കുറച്ചുകൂടി ഡെൻസ്ലി പൗഡർ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഹയർ കവറേജിൽ ഏത് ഏരിയ ആണോ നമുക്ക് കവർ ചെയ്തിട്ട് ആ ഏരിയയിൽ നല്ലപോലെ പ്രൊഡക്റ്റ് പാക്ക് ചെയ്യാനും പറ്റും. പിന്നെ ഇതിലൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ സൈഡ് യൂസ് ചെയ്തു എന്ന് വെച്ചാൽ ഈ ഒരു ബാൻഡ് ഉണ്ടല്ലോ ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. എത്ര പേര് ഈ ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ടെന്ന് അറിഞ്ഞൂടാ, ഞാൻ ചെയ്യാറുണ്ട്. ഇനി ഐ ഷാഡോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ട്രാൻസിഷൻ ഷെയ്ഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടി എനിക്ക് ഇതുപോലത്തെ ഒരു ഫ്ലഫി ബ്രഷാണ് എപ്പോഴും ഇഷ്ടം. നല്ല ഫ്ലഫി കുറച്ചുകൂടി വലിയ സൈസുള്ളൊരു ബ്രഷാണിത്. സോ ട്രാൻസിഷൻ ഷെയ്ഡ്സ് ഒക്കെ നമുക്ക് ബ്യൂട്ടിഫുള്ളി അപ്ലൈ ചെയ്യാൻ പറ്റും. നല്ല ബ്ലെൻഡഡ് ലുക്ക് തന്നെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഐ റിയലി ലൈക്ക് ദിസ് ഫോർ മൈ ട്രാൻസിഷൻ ഷെയ്ഡ്സ്. ഞാൻ എപ്പോഴും റീച്ച് ഔട്ട് ചെയ്യുന്ന ഒരു ട്രാൻസിഷൻ ബ്രഷാണിത്. ഹൈലൈറ്റേഴ്സ് ഒക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ബിക്കോസ് അത്യാവശ്യം ഫ്ലഫി ആയതുകൊണ്ട് തന്നെ. സോ ഇറ്റ്സ് എ റിയലി നൈസ് ബ്രഷ്. വേറൊരു എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഐ ബ്രഷാണ് ഈ ഒരു ഐ ബ്രഷ് കേട്ടോ. ബിക്കോസ് ഇതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം പാക്ഡ് ആയിട്ടുള്ള ബ്രഷാണ്. കുറച്ച് ഡെൻസ്ലി പാക്ഡ് ആണ്, ഷോർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഞാനൊരു ഐ ഷാഡോ ഓർ ഒരു കാജലൊക്കെ ബ്ലെൻഡിൻ ചെയ്ത് ഒരു സ്മോക്ഡ് ഓർ ഒരു സ്മജ്ഡ് ഐലൈനർ ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയൊരു ബ്രഷാട്ടോ ഇത്. എനിക്കിത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആൻഡ് വൺ ഓഫ് ദി മോസ്റ്റ് യൂസ്ഡ് ഐ ഷാഡോ ബ്രഷ് എന്ന് തന്നെ പറയാം. ഞാൻ എപ്പോഴും ഒരു സ്മജ്ഡ് ലൈനർ ഒരു സ്മജ്ഡ് ഐ ഷാഡോ ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. സോ ദിസ് കംസ് റിയലി ഹാൻഡി ഫോർ മീ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐ ഷാഡോ ബ്രഷാട്ടോ ഇത്. ആ ഐ ഷാഡോ ബ്രഷായിട്ട് ഭയങ്കര സിമിലർ ആയിട്ടുള്ള അതേ ഷേപ്പുള്ള ഓർ ഓൾമോസ്റ്റ് സെയിം ബ്രഷ് എന്ന് തന്നെ പറയാം ഈ ഒരു ഗോൾഡൻ സെറ്റിലെ ഈ ഒരു മേക്കപ്പ് ബ്രഷ് കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് യൂസ് ചെയ്യാതിരുന്ന ഈ കിറ്റിലെ മറ്റ് ബ്രഷസ് ആണിത്. ഇത് ഒരു ഫ്ലാറ്റ് ടോപ്പ് കബൂക്കി ബ്രഷാണ്. ഇതായിട്ട് സിമിലർ ആയിട്ടുള്ള ബ്രഷാണ്. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം ഓർ ക്രീം ബ്ലഷസ് ഓർ കോൺടോഴ്സ് ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു സെറ്റിൽ ബാക്കി 4 ഐ ബ്രഷസ്. ഇതൊരു ആംഗിൾഡ് ബ്രഷാണ്. നമുക്ക് പ്രിസൈസ് ആയിട്ടുള്ള ഐലൈനർ ഓർ ഈവൻ ജെൽ ലൈനേഴ്സ് ഒക്കെ വെച്ചിട്ട് ഐലൈനർ എഴുതാൻ പറ്റിയൊരു ബ്രഷാണ്. ആൻഡ് നമുക്കിത് ഐബ്രോസ് ഫില്ലിൻ ചെയ്യാനും യൂസ് ചെയ്യാം. അടുത്ത ബ്രഷ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ഫ്ലാറ്റ് എൻഡുള്ള ബ്രഷാണ്. നമുക്ക് ഐലിഡ്സിലൊക്കെ ഒരു ഷിമർ ഷെയ്ഡ്സ് ഓർ കുറച്ചുകൂടെ ഇൻറ്റൻസിറ്റിയോടെ നമുക്ക് ഐ ഷാഡോസ് ഒക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇതാ ഇങ്ങനെ നമുക്ക് ഈ ഒരു ഐലിഡ്സിൽ പാക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഈ 2 ബ്രഷസ് ആണ്. ഇത് ഐ ഷാഡോ ബ്ലെൻഡിങ് ബ്രഷാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടെ എന്താ പറയുക കുറച്ചുകൂടെ ലോങ് ആണ് കേട്ടോ. സോ നമുക്കൊരു ട്രാൻസിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതിനെക്കാളും ഈ ഒരു ക്രീസ് ലൈനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യണമെന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ബ്രഷാട്ടോ. അടുത്തത് ഇതുപോലത്തെ ഒരു ചെറിയ പെൻസിൽ ബ്രഷാണ്. എഗെയിൻ ഈ ഒരു ബ്രഷ് നമുക്ക് ഈ സൈഡ്സിൽ ഡെപ്ത് പ്രൊവൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ സ്മോക്ഡ് കാജലോ സ്മോക്ക് ലൈനേഴ്സ് ഒക്കെ ബ്ലെൻഡ് ഇൻ ചെയ്യാനോ അതുപോലത്തെ കാര്യത്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ബ്രഷായത്.
ഇത്രയും പറഞ്ഞതിന് ശേഷം ഗോൾഡൻ ബ്രഷ് എടുക്കുമോ ഓർ ഗ്രീൻ ബ്രഷ് എടുക്കൂ എന്ന് എന്നോട് ചോദിച്ചാൽ ഐ വുഡ് സേ രണ്ടിനും രണ്ടിൻ്റെതായ പ്ലസ് പോയിന്റ്സ് ഉണ്ട്. ഇപ്പോൾ ഈ ഗ്രീൻ ബ്രഷ് സെറ്റിൽ എൻ്റെ മേജർ ഫേവററ്റ് ബ്രഷ് എന്ന് പറയുന്നത് ഈ ഒരു കൺസീലർ ബ്രഷാണ്, വിച്ച് ഇസ് നോട്ട് അവൈലബിൾ ഇൻ ദി ഗോൾഡൻ സെറ്റ്. ആൻഡ് ഈ ഒരു ഗോൾഡൻ സെറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കിതിനകത്ത് ഭയങ്കര ഫേവററ്റ് ആയിട്ടുള്ളത് ഈ ഒരു ഐ ഷാഡോ ബ്ലെൻഡിങ് ഓർ ഒരു ട്രാൻസിഷൻ ഷെയ്ഡിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ബ്രഷും പ്ലസ് ഈ ഒരു F01 ബ്രഷുമാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ രണ്ട് ബ്രഷസ് മേക്സ് ഗോൾഡൻ ബ്രഷ് സെറ്റ് യുണീക്ക്. എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് രണ്ട് മേക്കപ്പ് ബ്രഷസും ഇഷ്ടമാണ്. ഞാൻ അത്യാവശ്യം മേക്കപ്പ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്കിത് രണ്ടും യൂസ്ഫുൾ ആയിട്ട് വരാറുണ്ട്. ഈച്ച് വൺ ഹാസ് ലൈക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് ബ്രഷസ്. സോ എനിക്കിത് രണ്ടിലും പിക്ക് ചെയ്യാൻ പറ്റില്ല, രണ്ടിൻ്റെയും ക്വാളിറ്റി അടിപൊളിയാണ്. സോ അക്കോർഡിംഗ് ടു യുവർ റിക്വയർമെൻറ്റ് യു ക്യാൻ ഗെറ്റ് ഇറ്റ്. പിന്നെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇതിലെ പല ബ്രഷസും നമുക്ക് ഇൻഡിവിജ്വലി മാസിൻ്റെ വെബ്സൈറ്റിനൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇത് സെറ്റായിട്ട് മാത്രമേ കിട്ടുള്ളൂ. ഞാൻ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ബ്രഷസ് ആണ് യൂസ് ചെയ്യാറ്. പക്ഷേ ഐ നോ ദർ വിൽ ബി പീപ്പിൾ ഹു ലൈക്ക് ടു യൂസ് ബ്ലെൻഡേഴ്സ് മച്ച് മോർ. എൻ്റെ രണ്ട് ഫേവറേറ്റ് ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് കൂടെ ഞാൻ കാണിച്ചു തരാം. എഗെയിൻ ഇത് രണ്ടും മാസിൽ നിന്നുള്ള പ്രോഡക്റ്റ്സ് ആണ്. പ്ലീസ് ഡു നോട്ട് തിങ്ക് ഇറ്റ്സ് എ സ്പോൺസേർഡ് വീഡിയോ ഓർ കൊളാബറേഷൻ വീഡിയോ എല്ലതാണെന്ന്. നോ, ഇറ്റ്സ് നോട്ട്. ഞാൻ പേഴ്സണലി ബ്രഷസും ബ്ലെൻഡേഴ്സൊക്കെ മേടിക്കുന്നത് മാസിൻ്റെ ആണ്. അതുകൊണ്ടാണ് ഇതിൽ കുറേ മാസിൻ്റെ പ്രൊഡക്ട്സ് കേട്ടോ. ഇത് അവരുടെ നോർമൽ ബ്യൂട്ടി ബ്ലെൻഡർ ആണ്, വിച്ച് ഇസ് എഗെയിൻ റിയലി നൈസ്. ഇതിപ്പോൾ ഡാംപ് അല്ല കേട്ടോ. സോ ഡാംപ് ആകുമ്പോൾ ഇത് അത്യാവശ്യം കുറച്ചുകൂടെ വലിപ്പം ആവും. ഇറ്റ്സ് എ റിയലി നൈസ് ബ്യൂട്ടി ബ്ലെൻഡർ. ഭയങ്കര ബേസിക് ബ്ലെൻഡർ ആണ്, പക്ഷേ ഇറ്റ് റിയലി ബ്ലെൻഡ്സ് ഇൻ യുവർ മേക്കപ്പ്. നല്ല പ്രോഡക്റ്റ് ആട്ടോ. മേക്കപ്പ് ബ്രഷസിന് എൻ്റെ വേറൊരു ഫേവററ്റ് ബ്രാൻഡാണ് കഫ്സ് ആൻഡ് ലാഷസ്. കഫ്സ് ആൻഡ് ലാഷസിൻ്റെ മേക്കപ്പ് ബ്രഷസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ ഡു നോട്ട് ഓൺ എ സെറ്റ് ഫ്രം ദം, പക്ഷേ എൻ്റെ അടുത്ത് 3 ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽ ബ്രഷസ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ ഈ ഒരു ബ്രഷാണ്. ഇത് F019 ബ്രഷാണ്. എഗെയിൻ ഇതൊരു യുണീക്ലി ഷേപ്പ് ഉള്ളൊരു ബ്രഷാണ്. അത്യാവശ്യം ഡെൻസ്ലി പാക്ഡ് ആണ്. നല്ലൊരു ബ്രഷാണ്. കൺസീലർ അപ്ലൈ ചെയ്യാനും ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ബ്രഷാണ്. ഇറ്റ് വർക്ക്സ് റിയലി വെൽ. നല്ല ബ്രഷാണ് കേട്ടോ. അടുത്തത് കഫ്സ് ആൻഡ് ലാഷസിൻ്റെ F013 എന്ന് പറയുന്ന ബ്രഷാണ്. ഇതിൻ്റെ ഷേപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം ഒരു സ്ലോപ്പ് ഉള്ളൊരു ബ്രഷാണ്. അത്യാവശ്യം നല്ല സോഫ്റ്റ് ബ്രിസിൽസ് ആണ്. നല്ല ഡെൻസ്ലി പാക്ഡ് ആണ്. ഇത് ഭയങ്കര മൾട്ടിപർപ്പസ് ബ്രഷാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഫൗണ്ടേഷൻ ഇടാനും യൂസ് ചെയ്യാം, അറ്റ് ദി സെയിം ടൈം ബ്ലഷ് അപ്ലൈ ചെയ്യാനും യൂസ് ചെയ്യാം, ആൻഡ് ഇവൺ കോൺടോർ അപ്ലൈ ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ബിക്കോസ് ആ ഒരു ആംഗിൾഡ് ഫിനിഷ് ഉള്ളതുകൊണ്ട്. സോ ഇറ്റ്സ് എ റിയലി നൈസ് മൾട്ടിപർപ്പസ് ബ്രഷ്. can definitely check this one out. അടുത്തത് കഫ്സ് ആൻഡ് ലാഷസിൻ്റെ F016 എന്ന് പറയുന്ന ബ്രഷാണ്. അഗെയിൻ ഇതും ഒരു സ്ലാൻറ്റ് ഉള്ളൊരു ബ്രഷാണ് കേട്ടോ. ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് സ്ലൈറ്റ്ലി സ്മോളർ ആൻഡ് കുറച്ചുകൂടെ ലൂസ്ലി പാക്ഡ് ആണ്. ഇത് കുറച്ചുകൂടെ ഡെൻസ്ലി പാക്ഡ് ആണ്. സോ ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ്. എഗെയിൻ ഇതൊരു ഫൗണ്ടേഷൻ ബ്രഷായിട്ടാണ് ഇവർ സെല് ചെയ്യുന്നത്. ഞാനിത് റീസെൻ്റ്ലി പർച്ചേസ് ചെയ്തതാണ്. ഇത് ഞാൻ ആക്ച്വലി ഫൗണ്ടേഷന് വേണ്ടി യൂസ് ചെയ്തിട്ടില്ല, ബ്ലഷ് അപ്ലൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തപ്പോൾ ഇറ്റ് റിയലി വർക്ക്. ബ്ലഷും കോൺടോറും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു ഷേപ്പുള്ള ഒരു പ്രൊഡക്റ്റാണിത്. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഐ തിങ്ക് ഇറ്റ്സ് സ്ലൈറ്റ്ലി സ്മോളർ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം എടുക്കും ഇത് അപ്ലൈ ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. കൺസീലറിന് നമുക്കിത് യൂസ് ചെയ്യാം. സോ എഗെയിൻ ഒരു മൾട്ടിപർപ്പസ് ബ്രഷാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ. സോ ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന മേക്കപ്പ് ബ്രഷസ്. ഞാനൊരു ടിപ്പ് പറയുകയാണെങ്കിൽ, നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ഇൻ എ ഗുഡ് മേക്കപ്പ് ബ്രഷസ്. ഐ നോ ആമസോണിലൊക്കെ കുറച്ചുകൂടി ചീപ്പർ ആയിട്ടുള്ള ബ്രഷ് സെറ്റ്സ് അവൈലബിൾ ആണ്. ഞാനത് വാങ്ങിച്ചിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട്. ഐ എം നോട്ട് സേയിങ് ഇറ്റ്സ് ബാഡ്, ഓക്കെ. പക്ഷേ അതിൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഈ ബ്രഷസ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ബ്രിസിൽസ് ഒക്കെ കുറച്ചുകൂടെ സോഫ്റ്റർ ആണ്. നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ നേരത്ത് സ്ട്രീക്സ് ഒന്നും ഈ ബ്രഷസ് തരില്ല കേട്ടോ. ഐ തിങ്ക് കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും സേവ് അപ്പ് ചെയ്ത് ഇതുപോലത്തെ ബ്രഷസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. ആൻഡ് നിങ്ങൾ ഇനീഷ്യലി വാങ്ങിക്കുമ്പോൾ ഒരു മേക്കപ്പ് ബ്രഷ് സെറ്റ് മേടിക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും മേക്കപ്പ് ബ്രഷസ് വേണം, അഡീഷണൽ ആയിട്ട് വേണമെന്ന് തോന്നുകയാണെങ്കിൽ സോ യു ക്യാൻ ജസ്റ്റ് ബിൽഡ് ഓൺ, ഓക്കെ. ഞാനും ആദ്യം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബ്രഷ് സെറ്റ് മേടിച്ചു. പിന്നീട് ആവശ്യാനുസരണം ഐ സ്റ്റാർട്ടഡ് ആഡിങ് ഇൻഡിവിജ്വൽ ബ്രഷസ്. So this is it for today's video guys. I hope you guys found this video helpful. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കണ്ട. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും